നമസ്കാരം. ലേൺ മലയാളം വിത്ത് ലവ് എന്ന മലയാളം ക്ലാസ്സിലേക്ക് 10ാം ക്ലാസ്സിലെ എല്ലാ പ്രിയപ്പെട്ട കുട്ടികളെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായി നമ്മൾ പല കാര്യങ്ങളും പഠിച്ചു കഴിഞ്ഞു. നിങ്ങളത് കാണുക. നിങ്ങൾക്ക് അത് വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് സമയത്ത് തരുന്നത്. പരീക്ഷയ്ക്ക് മുൻപായിട്ട് ഇത്തരം കാര്യങ്ങളെല്ലാം പഠിച്ച് മനസ്സിലാക്കി വെച്ചാൽ പരീക്ഷ സമയപരിധിക്കുള്ളിൽ ഏറ്റവും ഭംഗിയായിട്ടും പൂർണ്ണമായും നിങ്ങൾക്ക് മാർക്ക് നേടുന്ന രീതിയിൽ എഴുതി തീർക്കാൻ സാധിക്കുന്നതാണ്. അതിന് യാതൊരു സംശയവും വേണ്ട. അപ്പോൾ ഇന്ന് ക്ലാസ്സിലേക്ക് കിടക്കാം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ഒരു വിശകലനക്കുറിപ്പാണ്. ആ വിശകലനക്കുറിപ്പ് എന്താണ്? വിശകലനക്കുറിപ്പ് ഒരു കൃതിയെയോ വിഷയത്തെയോ ആഴത്തിൽ പഠിച്ച് തയ്യാറാക്കുന്ന റിപ്പോർട്ടാണ് വിശകലനക്കുറിപ്പ്. ഇത് വെറുമൊരു സംഗ്രഹം മാത്രമല്ല, മറിച്ച് ആ വിഷയത്തിൻ്റെ വിവിധ വശങ്ങളെ പരിശോധിക്കുന്ന രീതിയാണിത്. വിശകലനക്കുറിപ്പ് തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റുകളാണ് താഴെ കൊടുക്കുന്നത്. ഒന്നാമത് തലക്കെട്ട്, അതായത് ശീർഷകം, ഹെഡിങ്, ടൈറ്റിൽ എന്നൊക്കെ നമ്മൾ പറയില്ലേ. തന്നിരിക്കുന്ന വിഷയത്തെ സൂചിപ്പിക്കുന്ന അനുയോജ്യമായൊരു തലക്കെട്ട് നൽകുക. സന്ദർഭം, തന്നിരിക്കുന്ന വരികൾ അല്ലെങ്കിൽ ആശയം ഏത് പാഠഭാഗത്തിലേതാണെന്നും അതിൻ്റെ രചയിതാവ്, അത് എഴുതിയിരിക്കുന്നത് ആരാണെന്നും ആദ്യം വ്യക്തമാക്കുക. ഇനി ആന്തരാർത്ഥം, അതായത് വരികളുടെ നേരിട്ടുള്ള അർത്ഥത്തിന് പുറമെ, അതായത് വ്യംഗ്യമായ അർത്ഥം, വാച്യാർത്ഥത്തിന് ഉപരിയായിട്ട് വ്യംഗ്യാർത്ഥം, അതിൽ ഒളിഞ്ഞിരിക്കുന്ന അർത്ഥം, ആ ആന്തരാർത്ഥത്തെ നമ്മൾ ആഴത്തിൽ അതിൻ്റെ അർത്ഥം വിശകലനം ചെയ്യുക എന്നുള്ളതാണ് അടുത്തപടി. കഥാപാത്ര വിശകലനം, വരികളുമായി ബന്ധപ്പെട്ട കഥാപാത്രത്തിൻ്റെ അന്നത്തെ മാനസികാവസ്ഥ, സ്വഭാവ പ്രത്യേകതകൾ എന്നിവ വിവരിക്കുക. ഇനി സാമൂഹിക പ്രസക്തി, ആ വരികൾക്ക് ഇന്നത്തെ കാലത്തുള്ള പ്രാധാന്യം അല്ലെങ്കിൽ അവ നൽകുന്ന സന്ദേശം എന്താണെന്ന് എഴുതുക. അതായത് സമകാലിക പ്രസക്തി എന്താണ്? ഭാഷാപരമായ പ്രത്യേകതകൾ, എഴുത്തുകാരൻ്റെ ശൈലി, ഉപയോഗിച്ചിരിക്കുന്ന ബിംബങ്ങൾ, അലങ്കാരങ്ങൾ എന്നിവയെക്കുറിച്ച് സൂചിപ്പിക്കുക. അലങ്കാരങ്ങൾ അറിയുമെങ്കിൽ. ഉപസംഹാരം എന്ന് പറയുന്നത് നിങ്ങളുടെ നിഗമനം ഒരു വാചകത്തിൽ എഴുതി കുറിപ്പ് പൂർത്തിയാക്കുക. സ്വന്തം മാതൃഭാഷയായ കന്നഡയോടുള്ള അദ്ദേഹത്തിൻ്റെ ആത്മബന്ധവും വായന എങ്ങനെ ഒരാളെ സംസ്കരിക്കുന്നു എന്നതുമാണ് ഇതിലെ പ്രധാന ചർച്ചാ വിഷയം. പ്രധാന ആശയങ്ങൾ, ഭാഷയുടെ അദൃശ്യ സാന്നിധ്യം. ഭാഷ എന്നത് വെറും ഒരു വിനിമയ ഉപാധിയല്ല, മറിച്ച് നമ്മുടെ ഉള്ളിൽ നിശബ്ദമായി ഒഴുകുന്ന ഒരു ജീവനദിയാണെന്ന് അദ്ദേഹം സമർത്ഥിക്കുന്നു. നമ്മളറിയാതെ തന്നെ നമ്മുടെ ചിന്തകളെയും വികാരങ്ങളെയും രൂപപ്പെടുത്തുന്നത് മാതൃഭാഷയാണ്. വായനയും പരിവർത്തനവും, പുസ്തകങ്ങൾ വായിക്കുന്നത് വെറും വിനോദമല്ലെന്നും അത് നമ്മെ മാറ്റിമറിക്കുന്ന ഒരു പ്രക്രിയയാണെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഒരു പുസ്തകം വായിച്ചു കഴിയുമ്പോൾ നമ്മൾ പഴയ ആളല്ലെന്നും കൂടുതൽ തിരിച്ചറിവുള്ള മറ്റൊരു വ്യക്തിയായി മാറുന്നുവെന്നും അദ്ദേഹം നിരീക്ഷിക്കുന്നു. മാതൃഭാഷ എന്ന വേര്, എത്ര ഭാഷകൾ പഠിച്ചാലും തൻ്റെ ആത്മാവ് തൊട്ടുണർത്തുന്നത് മാതൃഭാഷയാണെന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു. സ്വപ്നം കാണുന്നതും സങ്കടപ്പെടുന്നതും ചിന്തിക്കുന്നതുമെല്ലാം സ്വന്തം ഭാഷയിലാണെന്നത് ഭാഷയും വ്യക്തിയും തമ്മിലുള്ള വൈകാരിക ബന്ധത്തെ കാട്ടിത്തരുന്നു. ഇനി ശൈലിയും സവിശേഷതകളും, അതിശയോക്തികളില്ലാത്ത ഹൃദയസ്പർശിയായ ആഖ്യാന ശൈലിയിലാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത്. നമ്മുടെ ഉള്ളിലൊഴുകുന്ന ജീവനദി എന്ന പ്രയോഗം തന്നെ ഭാഷയുടെ നൈരന്തര്യത്തെയും അതിൻ്റെ തുടർച്ചയെയും ഊർജത്തെയും മനോഹരമായി സൂചിപ്പിക്കുന്നു. ഒരു സിനിമാക്കാരൻ എന്നതിലുപരി മികച്ചൊരു വായനക്കാരൻ്റെയും ചിന്തകൻ്റെയും ഉൾക്കാഴ്ച ഈ വരികളിൽ തെളിഞ്ഞു നിൽക്കുന്നുണ്ട്. സാമൂഹിക പ്രസക്തി എന്താണ്? അന്യഭാഷ മോഹത്തിൽപ്പെട്ട് സ്വന്തം മാതൃഭാഷയെ മറന്നു പോകുന്ന ആധുനിക സമൂഹത്തിന് ഈ പാഠം വലിയൊരു സന്ദേശമാണ്. നമ്മുടെ സംസ്കാരത്തിൻ്റെയും സ്വത്വത്തിൻ്റെയും അടിസ്ഥാനം മാതൃഭാഷയാണെന്ന് ഇത് നമ്മെ ബോധ്യപ്പെടുത്തുന്നു. വായനയിലൂടെ മാത്രമേ ലോകത്തെ വിശാലമായി കാണാൻ കഴിയൂ എന്ന സന്ദേശം വിദ്യാർത്ഥികൾക്ക് വലിയ പ്രചോദനമാണ്. ഭാഷയെയും വായനയെയും പുതിയൊരു കാഴ്ചപ്പാടിലൂടെ നോക്കിക്കാണാൻ പ്രകാശരാജിൻ്റെ ഈ കുറിപ്പ് നമ്മെ സഹായിക്കുന്നു. നമ്മുടെ ഉള്ളിലെ അറിവിൻ്റെയും വികാരങ്ങളുടെയും പ്രവാഹം നിലയ്ക്കാതിരിക്കാൻ മാതൃഭാഷയോടുള്ള ബന്ധവും വായനാശീലവും അനിവാര്യമാണെന്ന് ഈ പാഠഭാഗം അടിവരയിടുന്നു. വിശകലനക്കുറിപ്പ് എഴുതുമ്പോൾ കുട്ടികൾ മറന്നുപോകുന്ന ഒന്നാണ് സന്ദർഭം. ഏത് സാഹചര്യത്തിലാണ് ഇത് പറയുന്നത് എന്ന് വ്യക്തമാക്കിയാൽ തന്നെ കുറിപ്പിൻ്റെ പകുതി പൂർത്തിയായി. അത് പകുതി നമ്മൾ ഭംഗിയായി എഴുതിയ സാരം. അതായത് പാഠഭാഗം, അതിൻ്റെ ആശയം, സന്ദർഭം, കഥാപാത്രങ്ങളെല്ലാം നമുക്ക് നല്ല നിശ്ചയം ഉണ്ടായിരിക്കണം. നിങ്ങൾക്ക് പഠിക്കാനുള്ള പാഠഭാഗം വളരെ വ്യക്തമായി ശ്രദ്ധയോടെ വായിച്ച് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഞാൻ ചാനലിൽ പാഠഭാഗം വായിച്ചിടുമ്പോൾ കുട്ടികൾ കുറച്ച് പേര് പറയാറുണ്ട്, ഞങ്ങൾക്ക് വായിക്കാൻ അറിയാലോ, പിന്നെ എന്തിനാണ് ഇങ്ങനെ വായിച്ചിടുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. എന്തിനാണെന്ന് വെച്ചാൽ നിങ്ങൾക്കത് കുറച്ച് കുട്ടികൾക്കൊക്കെ വായിച്ചെടുക്കാൻ ഒരുപാട് സമയം അവർക്ക്
നഷ്ടപ്പെടുന്നുണ്ട്. വായിച്ചെടുക്കാനുള്ള വേഗത കുറവ്. അപ്പോൾ അത് നിങ്ങളുടെ പാഠപുസ്തകം തുറന്നു വെച്ച് നിങ്ങളത് ഈ വീഡിയോയിലൊപ്പം നിങ്ങൾ ശ്രദ്ധിച്ചു പോവുകയാണെങ്കിൽ, മോണിറ്ററിൽ ശ്രദ്ധിക്കേണ്ട, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് ശ്രദ്ധിക്കുക. അങ്ങനെ ആ വാക്യത്തിൻ്റെ ഘടനയും അതിലെ വാക്കുകളും ആഴത്തിലുള്ള ആശയങ്ങളും നിങ്ങളുടെ മനസ്സിലറിയാതെ പതിയുന്നതാണ്. അതിനു വേണ്ടിയിട്ടാണ് പാഠഭാഗം ശ്രദ്ധയോടെ കേൾക്കാൻ പറയുന്നത്. അത് വായിക്കുക, നിങ്ങൾ തന്നെ വായിക്കുക. കേൾക്കുക എന്ന് പറഞ്ഞാൽ അത് വായിക്കാൻ അറിയാത്തവർ, നേരത്തെ പറഞ്ഞല്ലോ കുറച്ച് പേരെങ്കിലും ഉണ്ട്. നിങ്ങളുടെ പുസ്തകം നിങ്ങൾ വായിച്ചേ പറ്റൂ. അതിലുള്ള ആശയം, സന്ദർഭം, കഥാപാത്രങ്ങൾ, അവരുടെ ഭാവങ്ങൾ, അത് വർണ്ണിച്ചിരിക്കുന്ന രീതി, നിങ്ങളൊന്നും ചിന്തിക്കേണ്ട. വാക്കുകൾ ഇങ്ങനെ അനുസ്യൂതം നിങ്ങളുടെ പേനത്തുമ്പിലൂടെ ഒഴുകി ഒഴുകി വരും. എപ്പോൾ പരീക്ഷ എഴുതി തീർന്നു എന്ന് ചോദിച്ചാൽ മതി. അത്രയും ഫാസ്റ്റായിട്ട്, അത്രയും ഈസി ആയിട്ട് നിങ്ങൾക്ക് പരീക്ഷ എഴുതാൻ പറ്റുന്നതാണ്. അപ്പം നിങ്ങളോടൊപ്പം ഞാനുണ്ട്. ഓക്കെ, താങ്ക് യു.